ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ബേസിക് ഫോം ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും ഒരു എക്സാമ്പിളിൽ പഠിക്കാൻ പറ്റിയൊരു ഇത് എങ്ങനെയാണെന്നതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പം പഠിക്കാൻ സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിച്ചപ്പോൾ ഒരു ബേസ് ക്ലാസ്സും ഒരു പാരന്റ് ക്ലാസ്സും മാത്രമുള്ള ഇൻഹെറിറ്റൻസ് ആണ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. ഇതിനകത്ത് ക്ലാസ് ബി. ഓക്കെ, ക്ലാസ് ബി അതുണ്ട് ഇൻറ്റ് എ. ക്ലാസ് ബിയിൽ ഒരു പ്രൈവറ്റ് വേരിയബിൾ ഇൻറ്റ് എ. ഇനി ക്ലാസ് ബിയുടെ പബ്ലിക് പാർട്ടിൽ നമുക്ക് രണ്ട് ഫങ്ഷൻസ് വെച്ചിട്ടുണ്ട്, റീഡ് ആൻഡ് ഡിസ്പ്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി ക്ലാസ് ഡി കോളൻ പബ്ലിക് ബി. സോ ദിസ് ഈസ് ദ എന്താണ് ഇൻഹെറിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ഏത് രീതിയിൽ ഏത് രീതിയിലാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാ. ഇവിടെ ആരാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്? ഡി ഇൻഹെറിറ്റ് ചെയ്യുന്നു. ആരെ ഇൻഹെറിറ്റ് ചെയ്യുന്നു? ബീനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു? പബ്ലിക്കായിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സോ ഡി എന്ന് പറഞ്ഞ ക്ലാസ് ഈസ് ഇൻഹെറിറ്റിംഗ് ദ ബേസ് ക്ലാസ് ബി പബ്ലിക്കലി. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പബ്ലിക് ഇൻഹെറിറ്റൻസ് ആകുമ്പോൾ, പബ്ലിക് മോഡ് ഓഫ് ഡെറിവേഷൻ ആകുമ്പോൾ പബ്ലിക് മോഡിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഓർക്കണം. ഓക്കെ, ആ ടേബിൾ ഓർക്കണം. ആ ടേബിളിൽ ഓരോന്ന് ഡിറൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കണം. ഓക്കെ, ഇനി അഗെയിൻ വിത്ത് ദാറ്റ് വി ഹാവ് ക്ലാസ് ഡിക്കകത്ത് ബി രണ്ട് ഫങ്ഷൻസ്, ഷോ ഫങ്ഷൻ ആൻഡ് ഗെറ്റ് ഫങ്ഷൻ. അത്രയേ ഉള്ളൂ ക്ലാസ്. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഓരോ ഫങ്ഷനെയും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുക. ഇവിടെ ഫങ്ഷൻസിൻ്റെ എല്ലാം ഡിക്ലറേഷൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഫങ്ഷൻസിനെ ഡിഫൈൻ ചെയ്യണം. ഫങ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് എല്ലാം നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ക്ലാസിൻ്റെ സ്കോപ്പിൽ ഫങ്ഷനെ ഡിഫൈൻ ചെയ്യാം. ആദ്യത്തെ ഫങ്ഷൻ നമ്മുടെ റീഡ് ഫങ്ഷനാണ്. റീഡ് ഫങ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? റിട്ടേൺ ടൈപ്പ്, ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ, ഫങ്ഷൻ നെയിം. ഓക്കെ, റിട്ടേൺ ടൈപ്പ് എന്താണ്? റീഡിൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. സോ വോയിഡ്. റീഡ് ഏത് ക്ലാസ്സിൻ്റെ മെമ്പറാണ്? ബി എന്നുള്ള ക്ലാസ്സിൻ്റെ മെമ്പറാണ്. സോ ബി. സ്കോപ്പ് റെസൊല്യൂഷൻ, ഫങ്ഷൻ നെയിം. അതിനകത്ത് ഞാൻ എ റീഡ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ് കൊടുത്തത്. സിമിലർലി ഞാൻ ബി ഡിസ്പ്ലേയും ബേസ് ക്ലാസ്സിൻ്റെ മെമ്പറാണ്. സോ ബേസ് ക്ലാസ്സിൻ്റെ സ്കോപ്പിൽ ഡിസ്പ്ലേ നെയിം, അതിനകത്ത് ഔട്ട്പുട്ട് ചെയ്യാനുള്ള കോഡ് കൊടുത്തു. സിമിലർലി ഡി എന്നുള്ള ക്ലാസ്സിൽ ഷോയും ഗെറ്റും ഫങ്ഷൻസ് ഉണ്ട്. അതിൽ റെസ്പെക്റ്റീവ്ലി റീഡ് ചെയ്യാനും ഡിസ്പ്ലേയും ചെയ്യാനുള്ള കമാൻഡ്സ് കൊടുത്തു. ഓക്കെ, ഇനി ഇൻഹെറിറ്റൻസിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എപ്പോഴും ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് മാത്രമേ മെയിനിൽ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ബേസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ആൻഡ് വി ആർ ആക്സസിങ് ദ മെമ്പേഴ്സ് ഓഫ് ബേസ് ക്ലാസ് യൂസിങ് ദ ഒബ്ജക്റ്റ് ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പഠിച്ച C++ൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടുള്ളതാണ്. ഒരു ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ ക്ലാസ്സിന് പുറത്ത് ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ബേസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സിനെ നമ്മൾ മെയിനിൽ യൂസ് ചെയ്യുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ബേസ് ക്ലാസ്സിലെ മെമ്പേഴ്സിനെ നമ്മൾ മെയിനിൽ ആക്സസ് ചെയ്യുന്നത് യൂസിങ് ഡിറൈവ്ഡ് ക്ലാസ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇനി ഈ ടേബിളിലോട്ടൊന്ന് വന്നേ, നമ്മൾ ഡെറിവേഷൻ നോക്കാം. ക്ലാസ് ഡി പബ്ലിക് ബി, നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്ലാസ് ഡി പബ്ലിക് ബി ഡിറൈവ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി ഡിയുടെ പ്രൈവറ്റ് സെക്ഷനിൽ വി ഹാവ് ബി, അതുകൊണ്ട് ഞാനിവിടെ ബി എഴുതിയിട്ടുണ്ട്. ഇനി പബ്ലിക് സെക്ഷനിൽ, പ്രൊട്ടക്റ്റഡിൽ ഇവിടെ മെമ്പേഴ്സ് ഒന്നുമില്ല. സോ പ്രൊട്ടക്റ്റഡ് ഈസ് എം ടി. പബ്ലിക്കിൽ നമുക്ക് ഷോ ഫങ്ഷനും ഗെറ്റ് ഫങ്ഷനും ഉണ്ട്. ഓൾറെഡി ഡിക്കുണ്ട്. ഇനി ഡി ഇസ് ഡിറൈവിങ് ബി പബ്ലിക്കലി. ഓക്കെ, ബിയുടെ മെമ്പേഴ്സിനെ പബ്ലിക്കായിട്ട് ഡിറൈവ് ചെയ്യാണ്. എന്ത് സംഭവിക്കും? ബിയുടെ മെമ്പേഴ്സ് ആയിരിക്കുക. ആദ്യം ഇവിടെ ഒരു ഇൻറ്റ് എ ഉണ്ട്. ഇൻറ്റ് എ പ്രൈവറ്റ് ആണ്, അതിന് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇവിടെ പബ്ലിക് മെമ്പേഴ്സ് ഉണ്ട്, റീഡും ഡിസ്പ്ലേ, രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അത് രണ്ടും പബ്ലിക്കാണ്. ആൻഡ് പബ്ലിക് മെമ്പേഴ്സ് ഓഫ് ദ ബേസ് ക്ലാസ് ആർ ഡിറൈവ്ഡ് പബ്ലിക്കലി ബൈ ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, സോ പബ്ലിക് ഗോസ് ടു ദ പബ്ലിക് സെക്ഷൻ. അപ്പോൾ ക്ലാസ് ഡിറൈവ്ഡിൻ്റെ പബ്ലിക് പാർട്ടിൽ ആക്ച്വലി ആരൊക്കെയുണ്ട്? വോയിഡ് ഷോ, വോയിഡ് ഗെറ്റ്, വോയിഡ് റീഡ്, വോയിഡ് ഡിസ്പ്ലേ. ഓക്കെ, ഇതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ഫങ്ഷൻസ് ഓടി വന്ന് നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പബ്ലിക് സെക്ഷനിൽ ഇരിക്കുമെന്നല്ല കേട്ടോ. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഡി ഒ ബി. ഓക്കെ, ഒ ബി ഡോട്ട് റീഡ്, ഒ ബി ഡോട്ട് ഡിസ്പ്ലേ. റീഡ് ആൻഡ് ഡിസ്പ്ലേ ഇത് രണ്ടും ആരുടെ മെമ്പേഴ്സാണ്? ബേസ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സാണ്.
ബേസ് ക്ലാസ് മെമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ നമ്മൾ C++ൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ മെയിനിൽ നിന്ന് വിളിക്കാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ ആ ക്ലാസ്സിൻ്റെ തന്നെ ഒബ്ജക്ട്സിന് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ ബേസ് ക്ലാസ്സിലെ മെമ്പേഴ്സിനെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഡിറൈവ്ഡ് ക്ലാസ്സിന് അയാളുടെ സ്വന്തം ആളുകളെ പോലെ, സ്വന്തം മെമ്പേഴ്സിനെ പോലെ ബേസ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ദാറ്റ് ഇസ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, സോ ബേസ് ക്ലാസ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ എങ്ങനെ കിട്ടി? ഈ ഡിറൈവ്ഡ് ക്ലാസ്സിന് കിട്ടി. അയാൾക്ക് അയാളുടെ സ്വന്തം പോലെ അത് യൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ്. അലോങ് വിത്ത് ദാറ്റ് വി ob.get ob.show. ഈ ഗെറ്റും ഷോയും എന്താണ്? ഇത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സാണ്. ഓക്കെ, സോ റീഡും ഡിസ്പ്ലേയും ബേസ് ക്ലാസ് മെമ്പേഴ്സാണ്. ഗെറ്റും ഷോയും ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സാണ്. ഈ ബേസ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെയും ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെയും എല്ലാവരെയും നമ്മൾ ആക്സസ് ചെയ്തത് ആര് വെച്ചിട്ടാണ്? ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ OB എന്നുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. അതിന് തന്നെ ob.read, റീഡിലേക്ക് ചെന്നപ്പോൾ എന്താണ്? എയിലെ വാല്യൂ റീഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഔട്ട്പുട്ടിൽ വന്നപ്പോൾ ഒരു എൻ്റർ എന്നുള്ള മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, അതിവിടെ കൊടുത്തിട്ടില്ല. ഞാൻ 5 എന്നുള്ള വാല്യൂ എൻ്റർ ചെയ്തു. ob.display, ഡിസ്പ്ലേ വരുമ്പോൾ എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തു, വിച്ച് ഇസ് അഗെയിൻ 5. ob.get, ഗെറ്റ് ഫംഗ്ഷൻ ബിയുടെ വാല്യൂ റീഡ് ചെയ്തു, ബിയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഐഡിയ എന്താണ്? ഒരു ബേസ് ക്ലാസ് ഉണ്ടായിരുന്നു. ആ ബേസ് ക്ലാസ്സിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് വി ഹാവ് എ ഡിറൈവ്ഡ് ക്ലാസ്. ആ ഡിറൈവ്ഡ് ക്ലാസ്സിനും കുറച്ച് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഡിറൈവ്ഡ് ക്ലാസ് അയാളുടെ മെമ്പേഴ്സ് മാത്രമല്ല, വേറെ എവിടെ നിന്നോ കിട്ടിയ മെമ്പേഴ്സിനെയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കണക്ഷൻ, ദാറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ്. എൻ്റെ കയ്യിലുള്ള മെമ്പേഴ്സ് മാത്രമല്ല, വേറൊരാളുടെ അടുത്തുനിന്ന് കിട്ടുന്ന മെമ്പേഴ്സും കൂടെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അത് എൻ്റെ സ്വന്തം പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് ഡെറിവേഷൻ അനുസരിച്ച് നമുക്കത് അതിൻ്റെ ആക്സസ് ചെയ്യുന്ന രീതി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ഈ സെയിം എക്സാമ്പിൾ പ്രൈവറ്റ് ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സിംഗിൾ ഇൻഹെറിറ്റൻസ് തന്നെ പ്രൈവറ്റ് ആയിട്ട് എങ്ങനെ ഒരു ക്ലാസ്സിൻ്റെ മറ്റൊരു ക്ലാസ് പ്രൈവറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സെയിം എക്സാമ്പിൾ തന്നെയാണ്. ബിയിൽ ക്ലാസ് ബിക്കകത്ത് പ്രൈവറ്റ് മെമ്പേഴ്സ് ഉണ്ട്, പബ്ലിക് മെമ്പേഴ്സ് ഉണ്ട്, റീഡ് ആൻഡ് ഡിസ്പ്ലേ. ആൻഡ് വി ഹാവ് ഡിറൈവ്ഡ് ക്ലാസ് പ്രൈവറ്റ്, അത് ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്. ഡിറൈവ്ഡ് ക്ലാസ്സിൽ ബി എന്നുള്ള മെമ്പേഴ്സ്, ഗെറ്റ് ഷോ എന്നുള്ള 2 മെമ്പേഴ്സ്. ആൻഡ് ഡി ഈസ് ഇൻഹെറിറ്റിംഗ് ബി പ്രൈവറ്റ്ലി. ഇവിടെയാണ് ആ ഡിഫറൻസ് വരുന്നത്. ആദ്യത്തെ കേസിൽ അത് പബ്ലിക് ഡെറിവേഷൻ ആയിരുന്നു, ഇത് പ്രൈവറ്റ് ഡെറിവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ബേസ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ പ്രൈവറ്റ് ആയിട്ടാണ് ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത്. പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ബേസ് ക്ലാസ്സിൻ്റെ പബ്ലിക് മെമ്പേഴ്സിനെ പ്രൈവറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്താൽ ദാറ്റ് കംസ് ടു ദ പ്രൈവറ്റ് സെക്ഷൻ ഓഫ് ദ ഡിറൈവ്ഡ് ക്ലാസ്. അതായത് നമ്മുടെ ടേബിൾ നോക്കുക, ബേസ് ക്ലാസ്സിൻ്റെ പബ്ലിക് മെമ്പേഴ്സിനെ പ്രൈവറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്താൽ അതെവിടെ വരും? ഡിറൈവ്ഡ് ക്ലാസ്സിൽ പ്രൈവറ്റിൽ വരും. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ഇത്. പ്രൈവറ്റിൽ ബി ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ട്, ആൻഡ് പബ്ലിക്കിൽ ഗെറ്റും ഷോയും ഓൾറെഡി ഉണ്ട്. ഇൻഹെറിറ്റൻസിൻ്റെ ഫലമായിട്ട് ഈ ഇൻഡ് എനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ബിക്കോസ് അത് പ്രൈവറ്റ് ആണ്. റീഡും ഡിസ്പ്ലേയും ഇവിടെ പബ്ലിക് ആണ്, ദാറ്റ് ബിക്കംസ് പ്രൈവറ്റ് ഹിയർ. ഓക്കെ, ഇനി അതുപോലെ സാധാരണ പോലെ ഫങ്ഷൻസിനെല്ലാം അവരുടെ അതത് ക്ലാസ്സിൻ്റെ റീഡിനെയും ഡിസ്പ്ലേനെയും ബേസ് ക്ലാസ്സിൻ്റെ സ്കോപ്പിലും ഗെറ്റും ഷോയും ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ സ്കോപ്പിലും ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടേക്ക് വരുമ്പോൾ എന്താണ് പ്രത്യേകത? ആദ്യം ചെയ്ത പോലെ തന്നെ DOB ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാനിവിടെ ob.read, ob.display, ob.get, ob.show ആദ്യത്തെ പോലെ തന്നെ കോൾ ചെയ്തു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യില്ല. കാരണം എന്താണ്? ഈ കേസിൽ റീഡും ഡിസ്പ്ലേയും എന്താണ്? പ്രൈവറ്റ് മെമ്പേഴ്സാണ് അല്ലേ? ഡിറൈവ്ഡ് ക്ലാസ്സിൽ പ്രൈവറ്റ് ഏരിയയിലാണ്, പ്രൈവറ്റ് പാർട്ടിലാണ് ആരുള്ളത്? ഈ റീഡും ഡിസ്പ്ലേയും ഉള്ളത്. പ്രൈവറ്റ് മെമ്പേഴ്സിനെ പ്രൈവറ്റ് സെക്ഷനിലുള്ള ആളുകളെ നമുക്ക് മെയിനിൽ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാനായിട്ട് പറ്റില്ല, യൂസിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും അല്ലേ? അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യില്ല. ബട്ട് ഇത് വർക്ക് ചെയ്യും, ഗെറ്റും ഷോയും വർക്ക് ചെയ്യും. കാരണം എന്താ? ഗെറ്റ് ഷോ കംസ് ഇൻ ദ പബ്ലിക് സെക്ഷൻ.
ഓക്കെ, ഒരിക്കലും നമുക്ക് റീഡിനെയും ഡിസ്പ്ലേനെയും അവിടെ നിന്ന് കോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓക്കെ, എന്ത് ചെയ്യേണ്ടി വരും? ഈ ഗെറ്റ് ഫംഗ്ഷൻ്റെ അകത്ത്, അതായത് ഈ പബ്ലിക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. പബ്ലിക് ഫംഗ്ഷൻസിൻ്റെ ഉള്ളിൽ നമ്മൾ അവരെ കോൾ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാൻ റീഡ്, ഇവിടെ ഡിസ്പ്ലേ, അങ്ങനെ കോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ മാത്രമേ റീഡിനെയും ഡിസ്പ്ലേനെ നമുക്ക് ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റായിട്ട് മെയിനിൽ നിന്ന് കോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് എന്താണ്, റീഡ് ആൻഡ് ഡിസ്പ്ലേ കംസ് ഇൻ ദ പ്രൈവറ്റ് സെക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് റീഡും ഡിസ്പ്ലേയും ബേസ് ക്ലാസ്സിൽ പബ്ലിക് ആണ്, പക്ഷേ ഡിറൈവ് ചെയ്തത് എങ്ങനെയാണ്? പ്രൈവറ്റ് ആണ്. അതുകൊണ്ട് അത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് പാർട്ടിലേക്കാണ് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇത് പ്രൈവറ്റ് മെമ്പർ ആണ്. സോ പ്രൈവറ്റ് മെമ്പേഴ്സിനെ നമുക്ക് മെയിനിൽ നിന്ന് ഡയറക്റ്റ്ലി കോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ പബ്ലിക് ഡെറിവേഷൻ ആയിരുന്നപ്പോൾ അവിടെ യാതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, നമുക്കത് കറക്റ്റായിട്ട് സാധാരണ പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ പ്രൈവറ്റ് ഡെറിവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പ്രൈവറ്റ് പാർട്ടിലേക്കാണ് ഈ ഇൻഹെറിറ്റ് ചെയ്ത മെമ്പേഴ്സ് പോകുന്നത്. സോ പ്രൈവറ്റ് മെമ്പേഴ്സ് മീൻസ് അത് അവർ സേഫാണ്. നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കുന്നത് എന്തിനാണ്? അവരെ ക്ലാസ്സിന് പുറത്ത് ആക്സസ് ഇല്ലാതിരിക്കാനാണ്. സോ ആ രീതിയിലേക്ക് ഈ ഡേറ്റ മീൻസ് ഈ മെമ്പേഴ്സ് കൺവേർട്ടഡ് ആവും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത PDF ഫയലിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ റെഫർ ചെയ്യാം.